നമസ്കാരം. പ്രധാന വാർത്തകൾ. കാലവർഷം ജില്ലയിൽ 3165 കർഷകരുടെ 1112 ഹെക്ടർ സ്ഥലത്ത് കൃഷിനാശം സംഭവിച്ചതായി വിലയിരുത്തൽ. ഇതുവരെ ഉണ്ടായത് 132.7 ലക്ഷം രൂപയുടെ കൃഷിനാശം. വെള്ളപ്പൊക്കം. പത്തിയൂർ ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും എക്സൈസ് സഹകരണ മന്ത്രി എം ലിജുവും സന്ദർശനം നടത്തി. സ്ഥിതിഗതികൾ വിലയിരുത്തി. കാടുപിടിച്ച് ശോച്യാവസ്ഥയിലായ കായംകുളം ബോട്ടുജെട്ടിയും കായലോര വിശ്രമ കേന്ദ്രവും നവീകരിച്ച് സമഗ്രമായ ടൂറിസം പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി എം ലിജു. പ്രദേശം മന്ത്രി സന്ദർശിച്ചു. ഇന്ത്യൻ വിദ്യാർത്ഥി യുവജന സമരത്തിന്റെ ചരിത്രം അറിയാത്തവരാണ് ബിജെപിക്കാരെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ യാത്രകൾ ദുരൂഹമാവുകയാണെന്നും ജയരാജൻ. വാർത്തകൾ വിശദമായി. കാലവർഷത്തെ തുടർന്ന് ജില്ലയിൽ 3165 കർഷകരുടെ 1112 ഹെക്ടർ സ്ഥലത്ത് കൃഷിനാശം സംഭവിച്ചതായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ. നെല്ല്, വാഴ, പച്ചക്കറി തുടങ്ങിയ വിളകളെയാണ് പ്രധാനമായും കാലവർഷക്കെടുതി ബാധിച്ചിട്ടുള്ളത്. പ്രാഥമിക പരിശോധനയിൽ 132.7 ലക്ഷം രൂപയുടെ കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാലവർഷക്കെടുതിയെ തുടർന്ന് ജില്ലയിൽ 3165 കർഷകരുടെ 1112 ഹെക്ടർ സ്ഥലത്ത് കൃഷിനാശം സംഭവിച്ചിട്ടുള്ളതായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ വി പി സിന്ധു അറിയിച്ചു. നെല്ല്, വാഴ, പച്ചക്കറി തുടങ്ങിയ വിളകളെയാണ് പ്രധാനമായും കാലവർഷക്കെടുതി ബാധിച്ചിരിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ 132.7 ലക്ഷം രൂപയുടെ കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളം ഗുരുതരമായ രീതിയിൽ ഉയരുന്ന സാഹചര്യമുണ്ട്. ചിലയിടങ്ങളിൽ മടവീഴ്ചയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൃഷിനാശം ഉണ്ടായിട്ടില്ലെന്നും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൃഷിനാശം സംഭവിച്ച കർഷകർ വിവരം അടിയന്തരമായി കൃഷിഭവനിൽ റിപ്പോർട്ട് ചെയ്യുകയും കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടലിൽ വിളനാശം രജിസ്റ്റർ ചെയ്യുകയും വേണമെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. CDNet ന്യൂസ്, കായംകുളം. പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഏവൂർ തെക്ക് ചെറിയേലിത്തറയിൽ ഭാഗത്ത് കനത്ത വെള്ളക്കെട്ട് ദുരിതം വിതയ്ക്കുന്നു. കാലങ്ങളായി ഈ ഭാഗത്ത് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഏവൂർ തെക്ക് ചെറിയേലിത്തറയിൽ ഭാഗത്ത് കനത്ത മഴയെയും കിഴക്കൻ വെള്ളത്തിന്റെ വരവിനെ തുടർന്നും വൻ വെള്ളക്കെട്ടാണ് ഉള്ളത്. പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാണ്. വെള്ളക്കെട്ട് ദുരിതം ഇവിടെ പതിവാണ്. പ്രായമായവരും രോഗികളുമടക്കം ഈ പ്രദേശത്തുണ്ട്. ഇവരെ ആശുപത്രിയിലും മറ്റും എത്തിക്കുന്നതിനടക്കം വലിയ ബുദ്ധിമുട്ടാണ് എല്ലാ കാലത്തും അനുഭവപ്പെടുന്നത്. പ്രദേശത്തിന്റെ ശോച്യാവസ്ഥ സംബന്ധിച്ച് അധികൃതരോട് നിരന്തരം നാട്ടുകാർ പരാതി ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്തെ ദുരവസ്ഥ ഏറെ നാളായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമുണ്ടാകാത്തതിൽ വൻ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇവിടുത്തെ മിക്ക വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. വസ്തുനാശത്തോടൊപ്പം കൃഷിനാശം അടക്കമുള്ളവയും ഇവിടെയുണ്ട്. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുടെ ഭീഷണിയും പ്രദേശത്ത് നിലനിൽക്കുന്നു. CDNet ന്യൂസ്, കായംകുളം. പള്ളിപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ പല ഭാഗത്തും വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. ദുരിതബാധിതരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പർ കുട്ടനാട് മേഖലയിൽപ്പെടുന്ന പള്ളിപ്പാട് കാലവർഷ ദുരിതം ഏറുകയാണ്. ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും ദുരിതബാധിതരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നടുവട്ടം HSSലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഇവിടെ 285ഓളം കുടുംബങ്ങളിൽ നിന്നുള്ള 1000ഓളം പേരുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങൾ, വയോജനങ്ങൾ, കിടപ്പ് രോഗികൾ ഉൾപ്പെടെ ഈ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. മേഖലയിൽ കൂടുതൽ കഞ്ഞിവീഴ്ത്തൽ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. NDPC വാട്ടർഷെഡിന് സമീപം ഒരു ദുരിതാശ്വാസ ക്യാമ്പ് കൂടി തുറന്നിട്ടുണ്ട്. ഇവിടെ 122ഓളം കുടുംബങ്ങളാണ് ഉള്ളത്. വീടുകളിൽ പൂർണ്ണമായും വെള്ളം കയറിയവരെയാണ് പ്രധാനമായും ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രദേശത്ത് കൃഷിനാശം ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ട്. CDNet ന്യൂസ്, ഹരിപ്പാട്.
പത്തിയൂർ ഗവൺമെന്റ് പഞ്ചായത്ത് ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജുവും സന്ദർശനം നടത്തി. ദുരിതബാധിതരോട് മന്ത്രിമാർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി പ്രശാന്ത്, വൈസ് പ്രസിഡന്റ് ആർ സുലേഖ, ജില്ലാ പഞ്ചായത്ത് അംഗം ലിഷ അനുപ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ സാംജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹരി, ശ്രീജിത്ത് പത്തിയൂർ, ദീപക് എരുവ, ജി ഹരികുമാർ, കെ സുകുമാരൻ, വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും മന്ത്രിമാർക്കൊപ്പം ഉണ്ടായിരുന്നു. മാന്നാറിന്റെ പടിഞ്ഞാറൻ മേഖലയായ പാവുക്കര, വള്ളക്കാലി പ്രദേശങ്ങളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതോടെ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥിതിവിവരങ്ങൾ വിലയിരുത്തി. മാന്നാറിന്റെ പടിഞ്ഞാറൻ മേഖലയായ പാവുക്കര, വള്ളക്കാലി പ്രദേശങ്ങളിൽ ക്രമാതീതമായാണ് ജലനിരപ്പ് ഉയർന്നത്. ഇതോടെ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ 750-ലധികം പേരാണ് ക്യാമ്പുകളിലേക്ക് മാറിയിരിക്കുന്നത്. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പ്രളയബാധിത മേഖലകളിലെത്തി സ്ഥിതിവിവരങ്ങൾ വിലയിരുത്തി. അടിയന്തരമായി ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനു വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നേതൃത്വം നൽകി. മാന്നാർ, ബുധനൂർ, ചെന്നിത്തല ഗ്രാമപഞ്ചായത്തുകളിലായി 9ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. മാന്നാർ പഞ്ചായത്തിൽ മാന്നാർ നായർ സമാജം ഗേൾസ് ഹൈസ്കൂൾ, മുട്ടൽ MD LP സ്കൂൾ, കുട്ടമ്പേരൂർ UP സ്കൂൾ, SKV ഹൈസ്കൂൾ, പാവുക്കര കരയോഗം UP സ്കൂൾ എന്നിവിടങ്ങളിലായി 200-ലധികം അംഗങ്ങൾ ഉണ്ട്. ക്യാമ്പുകളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി സ്ഥലം MLA സജി ചെറിയാന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ പഞ്ചായത്ത്, വില്ലേജ് ഉദ്യോഗസ്ഥർ കർമ്മനിരതരായി രംഗത്തുണ്ട്. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വൈദ്യപരിശോധനയ്ക്കായി ആരോഗ്യവകുപ്പിന്റെ കീഴിൽ ആശാവർക്കർമാരെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലും ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് വൈദ്യപരിശോധനയ്ക്കായി എത്തുന്നുണ്ട്. CDNet ന്യൂസ്, മാന്നാർ. വെള്ളപ്പൊക്കത്തെ തുടർന്ന് തലവടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നീരേറ്റുപുറത്തേക്ക് മാറ്റി. തലവടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിസരത്തും കെട്ടിടത്തിനകത്തും വെള്ളം കയറിയതോടെയാണ് താൽക്കാലികമായി നീരേറ്റുപുറത്തെ സ്വകാര്യ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് തലവടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിസരത്തും കെട്ടിടത്തിനകത്തും വെള്ളം കയറിയതോടെ ആശുപത്രിയുടെ പ്രവർത്തനം താൽക്കാലികമായി നീരേറ്റുപുറത്തെ സ്വകാര്യ കെട്ടിടത്തിലേക്ക് മാറ്റി. ആശുപത്രി കെട്ടിടത്തിൽ വെള്ളം കയറിയ സാഹചര്യത്തിൽ രോഗികളുടെ ചികിത്സ മുടങ്ങാതിരിക്കാൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിനു ശങ്കറിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ OP ഉൾപ്പെടെയുള്ള അവശ്യ ആരോഗ്യ സേവനങ്ങൾ പുതിയ കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ചു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് തലവടി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വിവിധ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും തുടരുന്നതിനിടെയാണ് ആരോഗ്യ സേവനങ്ങളുടെ തുടർച്ച ഉറപ്പാക്കാൻ ഈ ക്രമീകരണം ഏർപ്പെടുത്തിയത്. അതെ എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നിറച്ച് വെള്ളമല്ലേ, മുട്ടപ്പം വെള്ളമാണ്. മുട്ടപ്പം അല്ല, ഇപ്പം വേസ്റ്റ് വരെ ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് പേഷ്യൻസ് വരാനും ബുദ്ധിമുട്ട്, അവിടെ അകത്തേക്ക് വെള്ളം കയറി സ്ഥിതി ആയിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം മെഡിസിനുകൾ ഞങ്ങൾ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. താൽക്കാലികമായി മാറി. പിന്നെ എത്ര ദിവസത്തേക്കാവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വെള്ളം ഇറങ്ങുവാണെങ്കിൽ തിരിച്ച് ഞങ്ങൾ 2 ദിവസത്തിൽ തിരിച്ചു മാറും. അത്യാവശ്യം മരുന്നുകളും ബാക്കി കാര്യങ്ങളും ക്യാമ്പുകൾ സന്ദർശനം അത്യാവശ്യം മെഡിസിൻസ് എല്ലാം ഉണ്ട്. നമ്മുടെ ഇൻസുലിൻ മെഡിസിൻസും പ്രഷർ, ഷുഗർ, ഇൻസുലിൻ സഹിതം, പിന്നെ മറ്റു നമ്മുടെ IDRV, പേപ്പട്ടി, വിഷബാധ, അതിന്റെ എല്ലാത്തിന്റെയും മെഡിസിൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാമ്പ് വിസിറ്റ് കഴിഞ്ഞിട്ട് വരികയാണ്. അവിടെ വേറെ ഡോക്ടറുണ്ട്. ക്യാമ്പിലും അത്യാവശ്യം മെഡിസിൻ വിതരണം ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ജലനിരപ്പ് കുറഞ്ഞ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടം വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നതുവരെ താൽക്കാലിക കേന്ദ്രത്തിൽ നിന്നായിരിക്കും സേവനങ്ങൾ ലഭ്യമാക്കുക. ചികിത്സാ ആവശ്യങ്ങൾക്കായി പൊതുജനങ്ങൾ നീരേറ്റുപുറത്തെ താൽക്കാലിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തെ സമീപിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. CDNet ന്യൂസ്, ഹരിപ്പാട്. കാട് പിടിച്ച് ശോച്യാവസ്ഥയിലായ കായംകുളം ബോട്ട് ജെട്ടിയും കായലോര വിശ്രമ കേന്ദ്രവും നവീകരിച്ച് സമഗ്രമായ ടൂറിസം പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി എം ലിജു വ്യക്തമാക്കി. മുൻ കൗൺസിലർ കെ പുഷ്പദാസ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശം മന്ത്രി സന്ദർശിച്ചു. കാട് പിടിച്ച് ശോച്യാവസ്ഥയിലായ കായംകുളം ലേക്ക് പാലസിന് സമീപമുള്ള ബോട്ട് ജെട്ടിയും കായലോര വിശ്രമ കേന്ദ്രവും നവീകരിച്ച് സമഗ്ര ടൂറിസം പദ്ധതി നടപ്പാക്കുമെന്ന് കായംകുളത്തെ MLA മന്ത്രിയുമായ എം ലിജു പറഞ്ഞു. മുൻ കൗൺസിലർ കെ പുഷ്പദാസ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശം സന്ദർശിക്കുകയും തീരുമാനമറിയിക്കുകയും ചെയ്തത്. കായംകുളത്തിന്റെ വിനോദസഞ്ചാര മേഖലയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്ര ടൂറിസം ഫണ്ട് ഉൾപ്പെടെ ഇതിനായി കൊണ്ടുവരുമെന്നും മന്ത്രി സന്ദർശന ശേഷം പറഞ്ഞു. ടൂറിസം അട്രാക്റ്റിംഗ് പ്ലേസ് ആണ് നമ്മുടെ ലേക്ക് പാലസിന്റെ സമീപത്തുള്ള ബോട്ട് ജെട്ടി പ്രദേശം. പക്ഷേ ബോട്ട് ജെട്ടി പ്രദേശം ഇപ്പോൾ ഏറ്റവും ഒരു പ്രാകൃതാവസ്ഥയിലാണ്. ഇവിടെ മുഴുവൻ കാട് കയറി, മുഴുവൻ ഇട്ടിരിക്കുന്ന മുഴുവൻ ടൈലുകളും തകർന്ന്, തൂണുകളാകമാനം പൊടിഞ്ഞ്, ഇവിടെ മുഴുവൻ സ്ട്രക്ചറുകൾക്കും തുരുമ്പ് കയറി. ഏറ്റവും മനോഹരമായ ഒരു പ്രതിമയാകട്ടെ ഒട്ടും സംരക്ഷിക്കപ്പെടാതെ അനാഥമായി കിടക്കുന്നു. തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങുകൾ മുഴുവൻ തന്നെ നശിച്ചു കിടക്കുന്നു. അപ്പോൾ അങ്ങനെ സമ്പൂർണ്ണമായ ഒരു തകർച്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനെ നവീകരിക്കുക എന്നത് കായംകുളത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പൊതുപ്രവർത്തകരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ ഒരു നവീകരണ പദ്ധതി
തീർച്ചയായിട്ടും ഈ ഒരു പ്രദേശത്തിൻ്റെ നവീകരണ പദ്ധതി നിലവിൽ വരുമ്പോൾ അത് കായംകുളത്തിൻ്റെ സമഗ്രമായ വികസനത്തിൽ അതൊരു കാൽവെപ്പായിരിക്കും. നമ്മുടെ ഈ ബോട്ട് ജെട്ടിയിൽ നിന്ന് നേരെ അമൃതാനന്ദി മഠത്തിലേക്ക് പോകുവാൻ സാധിക്കും. ആലപ്പുഴ നഗരത്തിലേക്കുള്ള ജലപാത ഇവിടെയാണ്. TM ചെറിയിലേക്കുള്ള പോകാൻ സാധിക്കും. അപ്പോൾ ജലഗതാഗതത്തിനും ടൂറിസത്തിനുമൊക്കെ വളരെ പ്രാധാന്യമുള്ള സ്ഥലം. കായംകുളത്ത് മുൻപ് ജലോത്സവം നടന്നുകൊണ്ടിരുന്നതും ഈ പ്രദേശത്താണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു സമഗ്രമായ വികസനം ആവശ്യമാണ്. തീർച്ചയായിട്ടും അത്ര ഒരു സമഗ്ര വികസന പദ്ധതിക്കുള്ള ഒരു പ്ലാൻ തയ്യാറാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളെ, ഏറ്റവും മികച്ച ഏജൻസികളെ കൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ സമ്പൂർണ്ണമായ വികസന പ്ലാൻ തയ്യാറാക്കി അത് നടപ്പിൽ വരുത്തുക എന്നത് തീർച്ചയായിട്ടും നമുക്ക് നടപ്പിലാക്കേണ്ട ഒന്നാണ്. അതിനുവേണ്ടിയുള്ള ശ്രമം എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായിട്ട് ആലോചിച്ച് കായംകുളം ജനതയുടെ അഭിപ്രായം കൂടി കേട്ട് ഈ പ്രദേശത്തെ ഒരു മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളുണ്ടാകും. ഞാൻ അതുകൂടി നോക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ വന്നത്. കായംകുളത്ത് ജലോത്സവത്തിന് വേണ്ടിയുള്ള ഒരു ആലോചന അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. നമ്മുടെ ഏറ്റവും മനോഹരമായൊരു ട്രാക്കാണിത്. ഓഗസ്റ്റ് 22-ന് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ശേഷം മാത്രമേ നമുക്കിവിടെ ജലോത്സവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. എന്താണെങ്കിലും പ്രാഥമിക ആലോചനകൾ നടത്തുന്നുണ്ട്. ഇത്തവണ നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ജലോത്സവത്തിൻ്റെ സാധ്യതകളെന്നതിനെക്കുറിച്ച് കാര്യമായ ഒരു പഠനവും ആലോചനയും നടത്തി അത് നടപ്പിലാക്കാൻ ശ്രമിക്കും. നിലവിലുള്ള ടൈലുകൾ തകർന്നും ഇരുമ്പ് സ്ട്രക്ചറുകൾ തുരുമ്പെടുത്തും അനാഥമായി കിടക്കുന്ന ഈ പ്രദേശത്തെ രാജ്യത്തെ മികച്ച ഏജൻസികളെ ഉൾപ്പെടുത്തിയും ജനങ്ങളുടെ അഭിപ്രായം പരിഗണിച്ചും മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ജലഗതാഗത സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ശേഷം കായംകുളത്ത് വീണ്ടും ജലോത്സവം സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചും ആലോചിക്കാനും തീരുമാനമുണ്ട്. നവീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കുന്നതിനായി മന്ത്രി M. ലിജു ടൂറിസം വകുപ്പ് സെക്രട്ടറിക്ക് ഔദ്യോഗികമായി കത്ത് നൽകിയിട്ടുമുണ്ട്. സന്ദർശനത്തിൽ മന്ത്രിക്കൊപ്പം KPCC ജനറൽ സെക്രട്ടറി സമീർ, മുൻ കൗൺസിലർ K. പുഷ്പദാസ് എന്നിവരും പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം. ഡോക്ടർ B.R. അംബേദ്കർ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് കേരളയുടെ 8ാം വാർഷിക സമ്മേളനം കരുനാഗപ്പള്ളിയിൽ നടന്നു. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ B.R. അംബേദ്കർ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 8ാമത് വാർഷിക ആഘോഷ പരിപാടി ഓച്ചിറയിൽ നടന്നു. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. അതുകൊണ്ടാണ് ഇതിനേക്കാൾ മുമ്പേ പ്രവർത്തനം ആരംഭിച്ച പല സംഘടനകളെയും ജനമനസ്സുകളിൽ ആക്കിക്കൊണ്ട് ഈ അംബേദ്കർ സ്റ്റഡി സെന്റർ ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെ വേഗം ജനകീയമായി മാറിയിരുന്നു. പ്രത്യേകം ഇതിന്റെ ഭാരവാഹികൾ സുഹൃത്തുക്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ ആദരിക്കപ്പെടുന്ന ശ്രീ കോച്ചയും നാസർ, അദ്ദേഹം ഒരു മാതൃകാ പുരുഷൻ. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ പലരെയും പറഞ്ഞുള്ളതുകൊണ്ട് ഇരുത്തിക്കൊണ്ട് ഒരാളിനെ പറ്റി നല്ല വാക്ക് കൂടുതൽ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാകുന്നതും പറഞ്ഞു. നമ്മളൊക്കെ പലപ്പോഴും ആളുകൾ മരിക്കണം, നല്ലത് ജീവിച്ചിരിക്കുമ്പോൾ പരസ്പരം വഴക്ക് കൂടുക, പാരമ്പര്യ അസൂയപ്പെടുക, ഒരാൾ നന്നാമത് കാണാതിരിക്കുക, എന്നിട്ട് ഇല്ലാത്ത സമയത്ത് നാസർക്കാരെ സംബന്ധിച്ച് കരുനാഗപ്പള്ളിയിലെ ഏത് പരിപാടിയാണ് ജീവാരുടെ പ്രവർത്തനമാണ്. ബിസിനസ് സ്ഥാപനം മഹാദേവരോട് ഒപ്പൊരുമി നിൽക്കുന്ന കോച്ചയും അവിടെയൊക്കെ വർഷമായി ആളുകൾക്ക് ആശുപത്രി ഭാഗം പൈസ വള്ളംകളി നടത്താനാണെങ്കിൽ ഇപ്പോൾ വള്ളംകളി അങ്ങോട്ട് നേരെ ചെല്ലുക ഏതുണ്ടെങ്കിലും ശരി അദ്ദേഹം അതാരോടും മുഷിയൊന്നുമില്ല. വളരെ നിറഞ്ഞ മനസ്സോടുകൂടിയിട്ടാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തെ ആദരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഏറ്റവും അദ്ദേഹം അങ്ങനെ ആദരിച്ച് ഇഷ്ടപ്പെടുന്ന ആളുമല്ല. ഗോവനെ പോലെ അല്ല എന്നെ പോലെ തീരെ ഒഴിയാൻ പറ്റാത്ത ആളുകൾ വിളിക്കുന്ന ചടങ്ങിന് മാത്രമാണ് അദ്ദേഹം പോകാനാണെങ്കിൽ ഒരുപാട് ചടങ്ങുകൾ. അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്നു. ട്രസ്റ്റ് പ്രസിഡന്റ് ബോബൻ ജി നാഥ് അധ്യക്ഷനായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികളെ കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ P. രാമഭദ്രൻ ആദരിച്ചു. ഈ വർഷത്തെ B.R. അംബേദ്കർ നാഷണൽ അവാർഡ് പോച്ചയിൽ നാസറിന് CR മഹേഷ് MLA നൽകി. കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ P. സോമരാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ B. മോഹൻദാസ്, ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻ വയനകം, സാമൂഹ്യ പ്രവർത്തക രമ ഗോപാലകൃഷ്ണൻ, ജീവകാരുണ്യ പ്രവർത്തകൻ കണ്ണൻ ജ്യോതി, കൊണ്ടോടിയിൽ മണികണ്ഠൻ, നിഷ സന്തോഷ്, സുരേഷ് കുമാർ ജെ, മുരളീധരൻ, ആസാദ് ആശീർവാദ്, പ്രൊഫസർ അരുൺ കോളശ്ശേരി, ശൂരനാട് അജി, MJ ഉത്തമൻ, പ്രേം ഫാസിൻ, KE ബൈജു, ഇടത്തറ ബൈജു എന്നീ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. വിനയ് ഫാസിൻ, ഹരികൃഷ്ണൻ, ഗ്രീഷ്മ, സുരേഷ് എന്നിവരുടെ DJയും കലാപരിപാടികളും നടന്നു. 150ഓളം പേർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളും 10 പേർക്ക് ചികിത്സാ ധനസഹായവും ചടങ്ങിൽ നൽകി. CDNet ന്യൂസ്, ഓച്ചിറ. SNDP യോഗം ചാരുമൂട് യൂണിയന്റെ 2ാമത് ശ്രീനാരായണ കൺവെൻഷൻ വ്യാഴാഴ്ച തുടങ്ങും. വൈകിട്ട് 5-ന് ഭദ്രദീപ പ്രതിഷ്ഠ നടക്കും. കൺവെൻഷന്റെ കലവറ നിറക്കൽ വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ നടക്കും.
ഇനിയൊരു ഇടവേള.